ആലപ്പുഴ കഞ്ഞിപ്പാടത്ത് SN കവല റോഡിൽ നിയന്ത്രണം തെറ്റി കാർ തോട്ടിൽ വീണു. ഒരു കുട്ടിയടക്കം 5 പേർക്ക് നിസ്സാര പരിക്കേറ്റു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. വണ്ടി ഓവർ സ്പീഡായിരുന്നു. മിതമായി വേഗത്തിൽ വന്നു. നിയന്ത്രണം തെറ്റി. അവർ ടയർ പൊട്ടിയതാണെന്നാണ് പറഞ്ഞത്. നിയന്ത്രണം തെറ്റി നേരെ ഒരു പാലം ഇടിച്ച് രണ്ട് തൂണ് പിടിച്ചാണ് വണ്ടി കറങ്ങിയാണ് വണ്ടി വീണിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇത്രയും പേരുള്ളത് കൊണ്ട് ആർക്കും ഒന്നും പറ്റാതെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റി. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിവാൽ ചേർന്നു. മനീഷ്, ആർക്കും കാര്യമായി പരിക്കില്ല എന്ന ആശ്വാസ വാർത്തയുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എങ്ങനെ അപകടം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹേൽ, ഈ അപകടം ഉണ്ടാകുന്നത് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ്. ഈ കാർ അമിത വേഗത്തിലായിരുന്നു. കാർ അവിടെ അമിത വേഗത്തിലെത്തി പിന്നീട് ഇടിച്ച് തോട്ടിലേക്ക് തല കീഴായി മറിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. അടുത്ത് തന്നെ ആളുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഓടിക്കൂടി എത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. വാഹനത്തിൽ കുട്ടിയടക്കം 5 പേരുണ്ടായിരുന്നു. എല്ലാവരെയും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കഞ്ഞിപ്പാടം SN കവല റോഡിലാണ് കൊപ്പാറക്കടവ് പാലത്തിന് കിഴക്ക് വശം വെച്ച് ഈ അപകടം ഉണ്ടാകുന്നത്. കഞ്ഞിപ്പാടം ഭാഗത്തേക്ക് പോയ ഈ കാറാണ്, 5 പേരടങ്ങുന്ന കാറാണ് തെറ്റി അവിടെ വെച്ച് നിയന്ത്രണം തെറ്റി മയിൽക്കുറ്റിയും ഒപ്പം തന്നെ സമീപത്തെ വീട്ടിലേക്കുള്ള ഒരു തടിപ്പാലവും തകർത്ത് തോട്ടിലേക്ക് തലകീഴായി മറിഞ്ഞത്. ഈ സ്വാഭാവികമായും ഈ വേനൽക്കാലമായതുകൊണ്ട് തോട്ടിൽ വലിയ രീതിയിൽ വെള്ളമില്ലാഞ്ഞതും അപകടം ഒഴിവായിട്ടുണ്ട്. നാട്ടുകാർ സമയോചിതമായി അവിടെ എത്തിയതും വലിയ അപകടം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നീട് തകഴിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റും പരിക്കേറ്റവരെ ഫയർഫോഴ്സിന്റെ വാഹനത്തിലാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. സുഹൈൽ. ശരി, മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് അപകടത്തിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.